ജലീൽ കണ്ണമംഗലം ജിദ്ദയിൽ നിന്ന് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. ജലീൽ, സംഘർഷം അതിന്റെ ഏറ്റവും പാരമ്യത്തിലേക്ക് വരികയാണ്. GCC രാജ്യങ്ങളിലാണ് വലിയ രീതിയിലുള്ള ഒരു ആശങ്ക ഇപ്പോൾ നിഴലിക്കുന്നത്. ഗൾഫ് രാജ്യങ്ങളിലേക്ക് ആകെ ഈ ആക്രമണം വ്യാപിക്കുന്ന കാഴ്ച ഈ മണിക്കൂറുകളിലൊക്കെ നമ്മൾ കണ്ടുകൊണ്ടേയിരിക്കുകയാണ്. ഒമാനിലടക്കം എണ്ണക്കപ്പൽ ആക്രമിക്കപ്പെടുന്നു. റിയാദിനടുത്ത് സ്ഫോടനങ്ങൾ നടന്നതായ റിപ്പോർട്ടുകൾ നേരത്തെ വന്നു. ദോഹയിലും പുതിയ സെറ്റ് ഓഫ് ആക്രമണങ്ങൾ നടക്കുന്നു എന്ന റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. പലയിടങ്ങളിലും പുക ഉയരുന്ന കാഴ്ച അത് ഈ മിനിറ്റുകളിലും പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. എന്ത് ഇടപെടലായിരിക്കും വരും മണിക്കൂറിൽ ഉണ്ടാവുക? ഏതെങ്കിലും രീതിയിലുള്ള പുതിയ വിവരങ്ങൾ ലഭിക്കുന്നുണ്ടോ ഭരണകൂടത്തിൽ നിന്നും? ആക്രമണമാണ് ഗൾഫ് മേഖല നേരിട്ടുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് ബഹ്റൈൻ, UAE, ഖത്തർ, ഒമാൻ എന്നീ രാജ്യങ്ങൾക്ക് നേരെ ഇന്നും ആക്രമണം ഉണ്ടായി. ജോർദാനെതിരെയും ഉണ്ടായി. എന്നാൽ സൗദി അറേബ്യ, കുവൈറ്റ് എന്നീ രാജ്യങ്ങൾക്കെതിരെ ഇന്നലെ ഒന്നാം ഘട്ടത്തിൽ മാത്രമാണ് ആക്രമണം ഉണ്ടായത്. സൗദി അറേബ്യയെ സംബന്ധിച്ചിടത്തോളം ഇന്നലെ റിയാദിലും കിഴക്കൻ പ്രവിശ്യയിലുമാണ്, ദമാമും ഖോബാറൊക്കെ ഉൾപ്പെടുന്ന കിഴക്കൻ പ്രവിശ്യയിലുമാണ് ഇങ്ങനെ 2 സ്ഥലങ്ങളിലാണ് ആക്രമണം ഉണ്ടായത്. എന്നാൽ അതിനുശേഷം മറ്റു ആക്രമണങ്ങളൊന്നും സൗദിക്കെതിരെ ഉണ്ടായിട്ടില്ല. സൗദി ഇപ്പോൾ ശാന്തമാണ്. ജനജീവിതം സാധാരണ രീതിയിലാണ് ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. സൗദിയിലെ വിമാനത്താവളങ്ങൾ സാധാരണ പോലെ പ്രവർത്തിക്കുന്നുണ്ട്. സ്കൂളുകളും ഓഫീസുകളും ഷോപ്പിംഗ് കേന്ദ്രങ്ങളും ഒക്കെ സാധാരണ രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ട്. എന്നാൽ വിമാനത്താവളങ്ങളിൽ പല യാത്രക്കാരും കുടുങ്ങിക്കിടക്കുന്ന ഒരു സാഹചര്യമുണ്ട്. കാരണം പല വിമാന സർവീസുകളും പല വിമാന കമ്പനികളും സർവീസുകൾ റദ്ദാക്കിയിട്ടുണ്ട്. പല രാജ്യങ്ങളിലും വിമാനത്താവളങ്ങൾ അടച്ചൊരു സാഹചര്യമുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ വിമാനത്താവളങ്ങളിൽ പല യാത്രക്കാരും കുടുങ്ങിക്കിടക്കുന്നുണ്ട്. ഇവർക്ക് ആവശ്യമായ എല്ലാ സഹകരണവും എല്ലാ സഹായവും നൽകാൻ വേണ്ടി ഭരണാധികാരികൾ ഉത്തരവിട്ടിട്ടുണ്ട്. പ്രധാനമായിട്ടും GCC പൗരന്മാർ, വിമാനത്താവളങ്ങളിൽ കുടുങ്ങിക്കിടക്കുന്ന സൗദിയിലെ GCC പൗരന്മാരെ അതിഥികളായി സ്വീകരിച്ചുകൊണ്ട് അവർക്ക് താമസവും ഭക്ഷണവും മറ്റു സൗകര്യങ്ങളൊക്കെ എല്ലാ നിലയ്ക്കും നൽകണം എന്ന് സൗദി ഭരണാധികാരി സൽമാൻ രാജാവ് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. നമുക്കറിയാം, റമദാൻ മാസമാണ്. റമദാൻ മാസത്തിൽ ഉംറ തീർത്ഥാടകരുടെ ഒഴുക്കാണ് സൗദി അറേബ്യയിൽ മക്കയിലേക്കും മദീനയിലേക്കും. ഇങ്ങനെ പല തീർത്ഥാടകരും സൗദിയിലേക്ക് വരുന്ന സാഹചര്യമാണ്. പല തീർത്ഥാടകരും പല വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള വിമാനത്താവളങ്ങളിൽ ഇങ്ങോട്ട് കയറാൻ പറ്റാതെ കുടുങ്ങിക്കിടക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അതിന് പുറമെ സൗദിയിലെത്തി ഇന്നലെയും ഇന്നൊക്കെ തിരിച്ചു പോകേണ്ട ഒരുപാട് തീർത്ഥാടകരുണ്ട്. ഇവർക്ക് മടങ്ങാൻ പല തീർത്ഥാടകർക്കും ഈ വിമാനത്താവളങ്ങളോ അല്ലെങ്കിൽ വിമാന സർവീസുകളോ റദ്ദാക്കിയത് മൂലം മടങ്ങാൻ സാധിച്ചിട്ടില്ല. പല ആളുകളുടെയും ഉംറ വിസയുടെ കാലാവധി തീരുന്ന ഒരു സാഹചര്യമുണ്ട്. ഇതൊക്കെ പുതുക്കി നൽകി അവർക്ക് എല്ലാ സൗകര്യങ്ങളും സൗദി ഗവൺമെന്റ് നൽകും എന്നാണ് അറിയിച്ചിട്ടുള്ളത്. സൗദി എയർലൈൻസ്, അതോടൊപ്പം തന്നെ ഫ്ലൈനാസ്, ഫ്ലൈ അതിൽ തുടങ്ങി സൗദിയിലെ വിമാന കമ്പനികൾ പ്രധാനപ്പെട്ട ചില ഗൾഫിലെ ചില നഗരങ്ങളിലേക്കുള്ള സർവീസുകൾ നിർത്തിവെച്ചിട്ടുണ്ട്. കുവൈത്ത്, അബുദാബി, ദുബായ്, ദോഹ, മനാമ തുടങ്ങിയ സ്ഥലങ്ങളിലേക്കുള്ള സർവീസുകൾ നിർത്തിവെച്ചിട്ടുണ്ട്. അത് നാളെ വരെയാണ്, മാർച്ച് 2 വരെയാണ് നിർത്തിവെച്ചിരിക്കുന്നത്. ഈ സമയത്താണ് ഗൾഫിൽ ഒരു നയതന്ത്ര ചർച്ചകൾ നടക്കുകയാണ്. UAE, ബഹ്റൈൻ, ഖത്തർ, സൗദി, കുവൈത്ത്, ഒമാൻ തുടങ്ങിയ രാജ്യങ്ങളുടെ ഭരണാധികാരികൾ ഇന്നലെ രാത്രി മുതൽ ബന്ധപ്പെട്ട് സംസാരിക്കുന്നുണ്ട്. സൗദി കിരീടാവകാശി ഈ രാജ്യങ്ങളുടെ ഒക്കെ ഭരണാധികാരികളുമായി സംസാരിച്ചു, നിലവിലുള്ള സാഹചര്യം വിലയിരുത്തി. ഇതിനുശേഷമാണ് ഇപ്പോൾ വിദേശകാര്യമന്ത്രിമാർ തമ്മിൽ ഈ വിഷയം ചർച്ച ചെയ്യുന്നത്. ഇതിനു പുറമെ സിറിയ, മൊറോക്കോ, ലെബനാൻ, പാകിസ്ഥാൻ തുടങ്ങിയ രാജ്യങ്ങളുടെ ഭരണാധികാരികളുമായും സൗദി കിരീടാവകാശി സംസാരിച്ചിരുന്നു. സൗദിയുടെ എല്ലാ സംവിധാനങ്ങളും അതായത് സൗദിയുടെ എല്ലാ സംവിധാനങ്ങളും ഈ രാജ്യങ്ങളുടെ സുരക്ഷയ്ക്ക് വേണ്ടി, സൗദിയുടെ സുരക്ഷയ്ക്ക് വേണ്ടി വിനിയോഗിക്കും എന്ന് സൗദി അറേബ്യ, സൗദി കിരീടാവകാശി, സൗദി വിദേശകാര്യ മന്ത്രാലയമൊക്കെ ആവർത്തിച്ച് വ്യക്തമാക്കിയിട്ടുണ്ട്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സൗദി കിരീടാവകാശിയുമായി കഴിഞ്ഞ ദിവസം രാത്രി സംസാരിച്ചു. സൗദിക്ക് പൂർണ്ണ പിന്തുണ, എല്ലാ നിലക്കും സൗദിക്ക് പൂർണ്ണ പിന്തുണ ട്രംപ് വാഗ്ദാനം ചെയ്തു. സൗദിക്കൊപ്പം ഉണ്ടാകുമെന്ന് ട്രംപ് അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും സൗദി ഉൾപ്പെടെ പ്രധാനപ്പെട്ട ഗൾഫ് രാജ്യങ്ങളൊക്കെ ഇപ്പോൾ ഇറാന് എതിരെയാണ് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. സൗദിയും UAE ഒക്കെ അവരുടെ ഭൂമി, അവരുടെ വ്യോമപാതയൊക്കെ ഇറാനെതിരെ ആക്രമിക്കാൻ ഒരു നിലക്കും അനുവദിക്കില്ല എന്ന് നേരത്തെ ആവർത്തിച്ച് വ്യക്തമാക്കിയിരുന്നു. അത് പാലിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ പോലും ഇറാൻ സൗദിക്കെതിരെയും UAEക്കെതിരെയും ആക്രമണം നടത്തി എന്നത് ഈ രാജ്യങ്ങളൊക്കെ പ്രകോപിപ്പിച്ചിട്ടുണ്ട്. തിരിച്ചടിക്കാനുള്ള അവകാശമുണ്ട് എന്ന് സൗദി വിദേശകാര്യ മന്ത്രാലയം പറഞ്ഞിട്ടുണ്ട്. സൗദിയിലുള്ള സ്വദേശികളെയും അതോടൊപ്പം തന്നെ പ്രവാസികളെയും ഒക്കെ സംരക്ഷിക്കും. സൗദിയുടെ മണ്ണ് സംരക്ഷിക്കും. ഇതിനൊക്കെയുള്ള അവകാശം ഞങ്ങൾക്കുണ്ട് എന്ന്
സൗദി അറേബ്യ ആവർത്തിച്ച് വ്യക്തമാക്കിയിട്ടുണ്ട്. സൗദി ഇപ്പോൾ ശാന്തമാണ്, ഇന്ത്യക്കാരെല്ലാം സുരക്ഷിതരാണ്, എല്ലാ ജനങ്ങളും സുരക്ഷിതരാണ്. ഇന്ത്യക്കാർക്ക് സൗദിയിലെ ഇന്ത്യൻ എംബസിയും ഇന്ത്യൻ കോൺസുലേറ്റും ഒക്കെ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. എന്ത് ആവശ്യത്തിനും എംബസിയുമായോ അല്ലെങ്കിൽ കോൺസുലേറ്റുമായോ ഒക്കെ ബന്ധപ്പെടാം എന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. ഹറം പള്ളികളിൽ കഴിഞ്ഞ ദിവസം ഈ സമാധാനത്തിനായി പ്രത്യേക പ്രാർത്ഥന നടക്കുകയും ചെയ്തിരുന്നു. പ്രജീൻ, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.